പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ഇവിടെ ഒരു അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ആസ്വദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം, കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവിനെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ പതിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവല്ലാവിൽ മെരുവേറ്റവരെ, ചൂടിയവരെ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ വയ്യട്ടെ. ഈശോ, ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ വയ്യട്ടെ. ഈശോ, ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം അതുപോലെ വയ്യട്ടെ. ബന്ധങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. ബന്ധങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. മാംസപേശികളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. രക്തകോശങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. സൃഷ്ടികള് രോഗങ്ങള്, എപ്പിlepsy രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഉദര രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മെനിഞ്ചൈറ്റിസ് രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, അടിവലി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, വാതരോഗങ്ങള്, അതുമുതല് ഉച്ചമുതല് ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അടുപ്പട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അറിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അറിവോടെ എന്നെ നോക്കണമേ. പീഠം നമ്മുടെ ജീവിത മേഖലകളെ, ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാൻ പോകുകയാണ്. ആ വിഷയങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്. കർത്താവ് സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥന കേട്ടിട്ടാണ് ഓരോ മക്കളെയും പ്രത്യേകം ആശീർവദിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, സ്ഥലം വിറ്റുപോകാൻ പോകുന്നവരുണ്ട്, വിൽക്കാൻ പറ്റാത്ത രീതിയിൽ കടക്കാലം കുരുക്കപ്പെടുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ വ്യക്തികളുണ്ടായി പോയവരുണ്ട്, പരീക്ഷ എല്ലാത്തിനേക്കാൾ ഉപരി പരീക്ഷ എഴുതാൻ പോയി എഴുതി കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ വിധത്തിലും മത്സര പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷ എഴുതി കൊടുക്കുന്ന മക്കളുടെ മേലെല്ലാം അവരുടെ മാതാപിതാക്കന്മാര്, അവരെ പഠിപ്പിക്കുന്നവര്, അവർ ഈ ആഴ്ച ചെയ്യാൻ പോകുന്ന മുഴുവൻ പരീക്ഷകള്, അതിന്റെ വിഷയങ്ങൾ, അതുമേലെല്ലാം കർത്താവിന്റെ കൃപ ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ മേൽ കർത്താവിന്റെ അടുപ്പിനെ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി പ്രസരിക്കട്ടെ. കർത്താവ് വൈദികമായ ശക്തി എടുത്ത പരീക്ഷ എഴുതുന്ന മക്കളുടെ മേൽ, പഠിക്കുന്ന മക്കളുടെ മേൽ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവരിലെ ഇവ എഴുതുന്നവർ, കർത്താവ് ഓരോരോ തരത്തിലുള്ള പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള്, ഒരുങ്ങിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. കർത്താവിന്റെ ശക്തി എടുക്കട്ടെ. കർത്താവ് പറമ്പ് വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവര്, വിറ്റുമാറാത്തവര്, സ്ഥലം വിറ്റുമാറാത്തവര്, ജപ്തി നടപടി നേരിടുന്നവര്, ആശുപത്രി കിടക്കയിലായവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തവര്, ഏജ് ഓവർ ആയതിന്റെ പേര് വേദന
അനുഭവിക്കുന്നവരെ, വിസ ലഭിക്കാത്തവരെ, വിസ പുതുക്കാത്തവരെ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവരെ, ഡിസ്മിസ് ചെയ്തവരെ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ, ഇങ്ങനെ ഓരോരോ വിവാഹത്തിൽ മോചനം നേടിയവരെ, മോചനം നേടിക്കൊണ്ടിരിക്കുന്നവരെ, കോടതി വിധി പ്രതീക്ഷിക്കുന്നവരെ ദൈവ നിശ്ചയം ഈ നിമിഷങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ആവശ്യിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, ക്രിസ്തുവിന്റെ അടയാളത്തില് ദുരിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അറിവോടെ എന്നെ നോക്കണമേ. ആരാധ്യരേ പരിശുദ്ധരേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അറിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ടനിക്കുക. വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 7:24 തിരുവചനം അനുസരിച്ചുകൊണ്ട്, എന്റെ ഈ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത വിവേകമതിയായ വ്യക്തിക്ക് തുല്യനാണെന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈശോയെ, നീ വീണ്ടും വചനത്തിലൂടെ പറഞ്ഞു, ഒന്നും സത്യമല്ല, നിന്റെ വചനം മാത്രമാണ്, നീ മാത്രമാണ് സത്യമെന്ന്. വചനത്താൽ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്. ഈശോയെ, അശ്വതി എന്ന മകളുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചു. കൃപയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. കൃപയാണ് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ജീവിത നിലപാടുകളിലൂടെ, വിശുദ്ധിയുള്ള ജീവിത നിലപാടുകളിലൂടെ, സമീപനങ്ങളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ മത്തായി 10:32 തിരുവചനം അനുസരിച്ച് നിന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപ ആർജിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഏറെ പ്രത്യേകമായി ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി രാവും പകലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവജനത്തിന്റെ ഏറെ പ്രത്യേകമായി ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദൈവമാതാവിന്റെ മധ്യസ്ഥതയില് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ എല്ലാ നിയോഗങ്ങളെയും ഈ അൾത്താറിൽ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ അച്ഛന്റെ കഴിഞ്ഞുപോയ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ ഉടമ്പടി ധ്യാനങ്ങളെയും മറ്റ് കൺവെൻഷനുകളെയും വരാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോ അതിന്റെ എല്ലാ ക്രമീകരണത്തിനും അഭിഷേകത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
ആവേ ആവേ ആവേ